ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സർക്കാർ കണ്ടെത്തിയതും നമ്മൾ കണ്ടെത്തി കൊടുത്ത 42 വീടുകളും എല്ലാം കൂടി ചേർത്ത് 350ഓളം വാടക വീടുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് കൊടുക്കുന്നത് എങ്ങനെയൊക്കെ കൊടുക്കണം? ഈ ക്വാർട്ടേഴ്സുകളിലേക്ക് ഈ കുടുംബമായി നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കളായി നിൽക്കുന്നവർക്ക് പോകാനാണ് താല്പര്യം. അങ്ങനെയുള്ളവരുടെ എണ്ണം എടുക്കുന്നു. ഒറ്റയ്ക്കായി പോയി 14 ക്യാമ്പുകളിലായി 21 പേർ ഒറ്റയ്ക്കായി പോയവരുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കായി പോയവരെ അങ്ങനെ ഒറ്റയ്ക്കിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് അവരുടെ താമസം പറ്റുമോ? അപ്പോൾ അവരുടെ കൂടെ ആരെ നിർത്തും എന്നടക്കമുള്ള ആലോചനകൾ ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഈ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പുകളിൽ. അപ്പോൾ അതിന്മേലൊരു അന്തിമ തീരുമാനം എടുക്കാനുള്ള താമസം എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമാകുമ്പോഴേക്കും ആവുകയുള്ളൂ എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വിഷയം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സ്വന്തമായി നേരത്തെ ആൻഡ്രൂസ് പറഞ്ഞതുപോലെ സ്വന്തമായി വാടക വീടുകളിലേക്ക് പോകാൻ തയ്യാറായ ആളുകളുണ്ട്. പക്ഷേ എത്രയാണ് സർക്കാർ വാടക നൽകുക? ആ കണക്കറിയണം. എത്ര തുക സർക്കാർ നൽകും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വയമേവ പോകാൻ തയ്യാറായി അവർ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പോകാൻ പറ്റും. പിന്നെ ബന്ധുവീടുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് ബന്ധുവീടുകൾക്ക് എല്ലാ കാലത്തേക്കും ഒരാൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് ഈ പറയുന്ന ഇപ്പോൾ സംവിധാനമൊരുക്കുക, അതായത് സ്വന്തമായി വീട് കൊടുക്കുന്നത് വരെയും ബന്ധുവീടുകൾ അത്ര കാലമൊന്നും അവർക്കും താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു മാർഗ്ഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതൊരു വിഷയമായി നിൽക്കുന്നു. അപ്പോൾ വാടക എത്ര നൽകും എന്നുള്ള കാര്യം സർക്കാർ അറിയിക്കുന്നില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഒരു ചെറിയ തുക, ഒരു ദിവസം എല്ലാവരുടെ കയ്യിൽ ഒരു തുക വേണം. ആ തുക നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയപ്പോൾ ദിവസം ഇത്രയായില്ലേ? കൊടുത്തു തുടങ്ങിയിട്ടില്ല. 300 രൂപ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ പല തരത്തിലാണ് ബുദ്ധിമുട്ടുന്നത്. കാരണം 12 പേർ ഒരു മുറിയിൽ, 7 കുടുംബങ്ങൾ ഒരു മുറിയിൽ. ഇന്നിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി പറഞ്ഞു 7 കുടുംബങ്ങൾ ഒരു മുറിയിലാണ്. അപ്പോൾ ഈ അവരെ കാണാനെത്തുന്നവരായാലും ഈ ക്യാമ്പിൽ കൂടെ താമസിക്കുന്നവരായാലും അവരുടെ നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചിലർക്ക് കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്, ചിലർക്ക് പറയുമ്പോൾ അതൊരു ആശ്വാസമാണ് ഉണ്ടാക്കുന്നത്. പല രീതിയിലാണ് ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇപ്പോൾ അവിടേക്ക് മാധ്യമപ്രവർത്തകരെ പോലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെയും അവിടെ കയറ്റാത്തത് കൊണ്ടാണ് അവർക്കൊരു പ്രൈവസി, അവരുടെ സ്വകാര്യത മാനിക്കണമെന്നുള്ളതാണ്. പക്ഷേ അവർക്ക് അവിടെ ഒരു സ്വകാര്യത ഇല്ല, സ്വകാര്യമായൊരു ജീവിതമില്ല. അവർ പല കുടുംബങ്ങളായി ചേർന്ന് ജീവിക്കുകയാണ്. ഒരു അടിയന്തര ഘട്ടത്തിൽ 5-6 ദിവസങ്ങളൊക്കെ കഴിയുന്ന പോലെ ഇപ്പോൾ 14 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ക്യാമ്പുകളിലെ സാഹചര്യവും മാറുന്നുണ്ട്. ഈ പറഞ്ഞ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ വരുന്നു. വസ്ത്രമൊക്കെ അവിടെ പാക്കറ്റുകളിൽ അല്ലെങ്കിൽ ബോക്സുകളിൽ അവിടെ നിന്നിട്ടും അത് പൊളിച്ചു കൊടുക്കാത്ത സാഹചര്യം ചില ക്യാമ്പുകളിലെങ്കിലും ഉണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ അപ്പോൾ പരിഹരിച്ചു പോകാമെന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഓരോ ക്യാമ്പുകളിലേക്കും അങ്ങനെ ഒരു പരിശോധനയ്ക്കായി ആളുകൾ പോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. പക്ഷേ ആ ഉദ്യോഗസ്ഥരോട് ഇവർക്ക് പറഞ്ഞിട്ട് കാര്യം പരിഹരിക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവർ നമ്മളോട് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് പരിശോധിക്കാൻ പെട്ടെന്നൊരു ആരെങ്കിലും പോയി അതിന്മേൽ അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് മാത്രമല്ല എത്ര ദിവസത്തിനകം നിങ്ങൾക്ക് വാടക വീടുകളിലേക്ക് മാറാൻ കഴിയും എന്നൊരു ഉറപ്പ്, ആ ഡേറ്റും ദിവസവും കൊടുക്കണം. അത് ഇവരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചൂരൽമലയിൽ നിന്നൊക്കെ വീട് നഷ്ടപ്പെട്ടവർ, അവിടെ കുറേ കുട്ടികളുണ്ടല്ലോ, സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, പഠനം ഇപ്പോൾ തൽക്കാലം മുടങ്ങിയിരിക്കുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ച് മേപ്പാടിക്ക് അപ്പുറത്തേക്ക് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ പഠനം മുടങ്ങും. അപ്പോൾ അവരെന്ത് ചെയ്യും? മേപ്പാടിയിൽ വാടക കൂടുതലാണെന്ന് പറയുമ്പോൾ മേപ്പാടിയല്ല വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ കുട്ടികൾ പിന്നെ വന്ന് പഠിക്കാൻ വരാനുള്ള വാഹന സൗകര്യം അതടക്കം ഒരുക്കേണ്ടതുണ്ട്. അത് ചെയ്യുമോ? അതിൽ വ്യക്തതയില്ല. ഏറ്റവും ആദ്യം വേണ്ടത് ഈ 300 രൂപ വേഗം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യം 300-ഉം 600-ഉം 10,000-ഉമാണ് അടിയന്തര ധനസഹായം എന്ന് പ്രഖ്യാപിച്ചത്. 14 ദിവസമായിട്ടും അടിയന്തര ധനസഹായം എന്തുകൊണ്ട് എത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതുപോലെ ഈ വീടുകളുടെ കാര്യത്തിൽ അധികം ദൂരേക്ക് പോകാനുള്ള പറഞ്ഞ ഒരു കാര്യം. പിന്നെ ഈ 21 പേർ ഒറ്റയ്ക്കായ 21 പേരുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ആരാണ് അവരുടെ കൂടെ താമസിക്കുക? അത് ആലോചിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അത് പക്ഷേ ആലോചിക്കേണ്ട സമയമായില്ലേ? അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുകയാണ്. അതൊന്ന്. പിന്നെ ഈ ലോണുമായി ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ചർച്ചയിൽ തന്നെ, നമ്മുടെ വാർത്തയിൽ തന്നെ ഒരാൾ ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞല്ലോ, ബജാജ് ഫിനാൻസ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ സേഫ് ആണോ എന്ന് ആദ്യം വിളിച്ച് ചോദിക്കുന്നു. സേഫ് ആണെന്ന് പറഞ്ഞ ഉടനെ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയുന്നു. അങ്ങനെ പലർക്കായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കേരള ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സന്തോഷകരമായ കാര്യം, സമാധാനം, ആശ്വാസം നൽകുന്ന കാര്യം. പക്ഷേ അവിടെ നിന്ന് ലോൺ എടുത്തവരെല്ലാം ഭൂരിഭാഗവും ഈ പറഞ്ഞ മാതിരി വാഹനത്തിന് ലോൺ എടുത്തവർ, വീടിന് ലോൺ എടുത്തവർ ഒക്കെയുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ലോണുകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിലൊരു കൂട്ടായ തീരുമാനം സർക്കാർ തന്നെ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. ഇനി വീടുകൾ നഷ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ മേഖലയെ സുരക്ഷിതമല്ല എന്ന് എഴുതി കഴിഞ്ഞു അല്ലേ? ചൂരൽമലയിൽ
പൂർണ്ണമായി തകർന്ന വീടുകൾ, ഈ പാടിയിൽ കഴിയുന്നവരുടെ വേറെ സംവിധാനം ഒരുക്കുമെന്ന് പറയും. പക്ഷേ പാടിയിൽ കഴിയുന്നവർ തന്നെ അവർ കുറച്ച് സ്ഥലം മേടിച്ചൊക്കെ തറ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടേത് വീടിൻ്റെ നഷ്ടമായി തന്നെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് വീട് കൊടുക്കുമോ? അപ്പോൾ അവരുടെ എണ്ണം ഈ എണ്ണത്തിൽ വന്നിട്ടുണ്ടോ? അതൊരു പ്രശ്നമാണല്ലോ. പിന്നെ ഈ ചൂരൽമലയിൽ തന്നെ ഒരു തകർച്ചയും സംഭവിക്കാത്ത അപ്പുറത്തുള്ള വീടോടെ തന്നെ നിൽക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവിടെ യോഗ്യമല്ലാത്ത സ്ഥലമാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് മാറണ്ടേ? അപ്പോൾ അവരെയും കൂടി ഈ നഷ്ടത്തിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി കാണുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിലവിലെ കണക്കുകളല്ല 1762 അങ്ങനെ എന്തോ ആണ് വീടുകളുടെ കണക്ക്. ആ കണക്കല്ല, അപ്പോൾ അതിലപ്പുറത്തേക്ക് കണക്കിലേക്ക് വരും. ആ കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എത്രയും വേഗം എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥിരം വീടുകളുടെ കാര്യത്തിലും സുരക്ഷിതമായ സ്ഥലമാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് പറയുന്നു. നല്ല കാര്യം. ആ സുരക്ഷിതമായ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ അതിലും വേഗത്തിൽ വേണ്ടതാണ് വാടക വീടുകൾ. അതിനി വൈകിക്കൂടാ. ക്യാമ്പുകളിൽ നിന്നുകൊണ്ട് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരായി അവർ പുറത്തേക്ക് വരരുത്. അപ്പോൾ വേഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആദ്യം ആ 300 രൂപ അതൊന്ന് കൊടുക്കും. Meet the editors.